ബംഗളൂരുവിൽ IPL വിജയാഘോഷത്തിനിടെയുണ്ടായ ദുരന്തത്തിൽ നടപടി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയെയും കർണാടക ഇന്റലിജൻസ് ADGPയെയും മാറ്റി. നടപടി രാഷ്ട്രീയ സെക്രട്ടറി ഡോക്ടർ K ഗോവിന്ദരാജുവിനെതിരെയും ADGP ഹേമന്ത് നിംബാൽക്കറിനെതിരെയും. പരിപാടി വേണമെന്നാവശ്യപ്പെട്ടത് ഗോവിന്ദരാജു എന്ന നിഗമനം. नरेंद्र मोदी का वायदा है, मैं यहां विकास को रुकने नहीं दूंगा. പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് കശ്മീരിലെ ജനങ്ങൾ മറുപടി നൽകിയെന്ന് പ്രധാനമന്ത്രി. പഹൽഗാം കൂട്ടക്കൊല കാരണം കശ്മീരിലെ വികസനം ഒരിക്കലും തടസ്സപ്പെടില്ല എന്നും പ്രധാനമന്ത്രി. ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചു. ചെനാബ് നദിക്ക് കുറുകെയുള്ള പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയത്. ഉയരം 395 മീറ്റർ. ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസും ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് 46,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. നീ വളഞ്ഞ നീ ഒരു പെണ്ണല്ലടേ. നീ എനിക്കൊരു കേസെടുക്ക്. നീ കൂടുതൽ വളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളെ പറഞ്ഞു. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ വിമർശിച്ച ചലച്ചിത്ര നിർമ്മാതാവ് സാന്ദ്ര തോമസിന് വധഭീഷണി. സന്ദേശം ലഭിച്ചത് ചലച്ചിത്ര സംഘടനയായ ഫെഫ്കയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി. പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് ശ്രമമെന്ന സാന്ദ്ര തോമസ്. പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫിനെതിരെ പരാതി നൽകിയെന്നും സാന്ദ്ര തോമസ്. ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം വന്ന് FIR ഇട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. അന്ത്യം 95-ാം വയസ്സിൽ. സംസ്കാരം നാളെ ഉച്ചയോടെ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ. പൊതുദർശനം 10:30 മുതൽ ഇന്ദിരാഭവനിൽ. വിടവാങ്ങിയത് കോൺഗ്രസിലെ സൗമ്യമുഖം. കയ്യിൽ നയാ പൈസ ഇല്ലാത്തതിനാൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പൊതുജനങ്ങൾ സംഭാവന തരണമെന്ന് PV അൻവർ. സാമ്പത്തിക പിന്തുണ ആവശ്യപ്പെട്ട് ഫേസ്ബുക്കിലൂടെ അക്കൗണ്ട് നമ്പർ അടക്കം പങ്കുവച്ചു. സംഭാവന ലഭിക്കുന്ന ഓരോ രൂപയും ധാർമ്മിക പിന്തുണയെന്നും PV അൻവർ.